ഓം ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളിൽ എൻ്റെ സാഷ്ടാംഗ പ്രണാമം. ശ്രീ മങ്ങാട് ബാലേന്ദ്രൻ സാറിൻ്റെ ഗുരുദേവ കഥാസാഗരം ഭാഗം 189. ഇവിടം ക്ഷേത്രസ്ഥലം തന്നെയാണല്ലോ. ഭാഗം 189. ഇവിടം ക്ഷേത്രസ്ഥലം തന്നെയാണല്ലോ. ഇവിടെ ആരംഭിക്കുന്നു. നാരായണാഖ്യ ഗുരുദേവൻ പിറന്നു വയൽവാരത്തു വീട്ടിലവതാരാർത്ഥമായറിക ആരോമലുണ്ണിതവലീലാവിലാസം അകതാരിൽ വിളങ്ങിടുക നാരായണായ നമോ. തലശ്ശേരിയിലും കോഴിക്കോട്ടും ഗുരുദേവൻ ക്ഷേത്രപ്രതിഷ്ഠകൾ നടത്തിയതോടുകൂടി ആ പ്രദേശങ്ങളിലെ ജനങ്ങൾക്ക് വലിയ ഉണർവും ഉന്മേഷവും ഉണ്ടായിട്ടുണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ കണ്ണൂരിലുള്ളവർക്കും ഒരു ക്ഷേത്രം വേണമെന്ന് ആഗ്രഹമുണ്ടായി. അതിന് മുൻകൈ എടുത്തത് തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രം സ്ഥാപിക്കുവാൻ മുന്നിട്ടു നിന്നിരുന്ന വരൂത്തൂർക്കാണിയിൽ കുഞ്ഞിക്കണ്ണൻ തന്നെയായിരുന്നു. കണ്ണൂരിൽ ക്ഷേത്രം വേണമെന്ന് ആഗ്രഹിച്ച ഒരു പറ്റം ആളുകൾ ആദ്യം വലിയപുരയിൽ കാവിലും പിന്നീട് കുന്നത്തൂർ കാവിലും യോഗം ചേർന്ന് പലവിധ ആലോചനകൾ നടത്തുകയുണ്ടായി. ആ യോഗത്തിൽ വെച്ച് കാര്യങ്ങൾ വേഗം നടപ്പിൽ വരുത്തുന്നതിനായി അവർ ഒരു സമിതിയെ തിരഞ്ഞെടുത്തിരുന്നു. കൊറ്റത്ത് ചോയിയെ അതിൻ്റെ പ്രസിഡന്റായും ചാമക്കാലിൽ കണ്ണൻ മേസ്ത്രിയെ സെക്രട്ടറിയായും അവർ നിയോഗിക്കുകയും ചെയ്തു. അതിനുശേഷം ഒരു ദിവസം ആ സമിതിയുടെ തീരുമാനപ്രകാരം ചാമക്കാലി കണ്ണൻ ശിവഗിരിയിലെത്തി. ഗുരുദേവനെ ദർശിച്ച് കണ്ണൂരിൽ തങ്ങൾക്കൊരു ക്ഷേത്രം സ്ഥാപിച്ചു നൽകണമെന്ന് അപേക്ഷിച്ചു. ഗുരുദേവൻ തൻ്റെ ശിഷ്യനായിരുന്ന ചൈതന്യസ്വാമിയോട് അതിനു വേണ്ടുന്ന കാര്യങ്ങൾ ഏർപ്പാട് ചെയ്യുവാൻ അപ്പോൾ തന്നെ നിർദ്ദേശിക്കുകയും ചെയ്തു. ക്ഷേത്ര സ്ഥാപനത്തിനായി കമ്മിറ്റിക്കാർ പല പല സ്ഥലങ്ങൾ കണ്ടുവച്ചിരുന്നു. ആ സ്ഥലങ്ങൾ നോക്കി ക്ഷേത്രത്തിന് യോജിച്ച ഒരു സ്ഥലം തീർച്ചപ്പെടുത്തുന്നതിനായി ഒരു ദിവസം ഗുരുദേവൻ കണ്ണൂരിലേക്ക് എഴുന്നള്ളുകയുണ്ടായി. ചെറുവാരി കരുണാകരൻ്റെ അധ്യക്ഷതയിൽ ഭഗവത് ഭക്തി പ്രദീപയോഗം എന്ന ഗുരുദേവ ഭക്തന്മാരുടെ ഒരു യോഗവും അക്കാലത്ത് അവിടെ രൂപീകരിക്കപ്പെട്ടു ഇരുന്നു. ജനങ്ങളുടെ ഉത്സാഹത്തിൽ സംതൃപ്തനായി തീർന്ന ഗുരുദേവൻ ക്ഷേത്രത്തിന് യോജിച്ചതായി കമ്മിറ്റിക്കാർ കണ്ടെത്തിയിരുന്ന പല സ്ഥലങ്ങളും പോയി കണ്ടു. പക്ഷേ അതൊന്നും പല കാരണങ്ങളാൽ ഗുരുദേവന് ഇഷ്ടമായില്ല. അവസാനമായി തളാപ്പ് എന്ന പ്രദേശത്തെ ഒരു സ്ഥലം കൂടി പോയി കണ്ടു. ആ സ്ഥലം കണ്ട മാത്രയിൽ ഗുരുദേവൻ പറഞ്ഞു, ഇവിടെ ക്ഷേത്രസ്ഥലം തന്നെയാണല്ലോ. പുതിയ ക്ഷേത്രം സ്ഥാപിക്കുവാൻ ഏറ്റവും യോജിച്ച സ്ഥലം അതെന്ന് സൂചിപ്പിക്കുന്നതിനായിട്ടാണ് ഗുരുദേവൻ അങ്ങനെ പറഞ്ഞതെന്ന് അപ്പോൾ എല്ലാവരും മനസ്സിലാക്കി. പിന്നീട് ക്ഷേത്ര നിർമ്മാണത്തിനു വേണ്ടി കുഴിയെടുത്തുകൊണ്ടിരുന്നപ്പോൾ ഒരു ഇടുങ്ങിയ കിണർ അവിടെ ഉണ്ടായിരുന്നതായി കണ്ടു. കൂടാതെ പുരാതനമായൊരു ക്ഷേത്രത്തിൽ പൂജയ്ക്കായി ഉപയോഗിച്ചിരുന്ന ചില ഉപകരണങ്ങളും പാത്രങ്ങളുമൊക്കെ കണ്ടുകിട്ടുകയും ചെയ്തു. അപ്പോഴാണ് അവിടെ കഴിഞ്ഞ കാലത്ത് ഒരു പ്രാചീന ക്ഷേത്രം നിലനിന്നിരുന്നുവെന്നും അതിനെ സൂചിപ്പിച്ചുകൊണ്ടാണ് ഗുരുദേവൻ ആ സ്ഥലം കണ്ടപ്പോൾ ക്ഷേത്രസ്ഥലം തന്നെയാണല്ലോ എന്ന് പറയുകയുണ്ടായതെന്നും ജനങ്ങൾക്ക് ബോധ്യമായത്. ശിവഗിരി മുകളിൽ വാഴും ദേവ ശരണം തരണം ഗുരുദേവ.
അവശജനത്തിനഭയം നൽകാൻ ജന്മമെടുത്തൊരു ഗുരുദേവ. ശ്രീ മങ്ങാട് ബാലേന്ദ്രൻ സാറിൻ്റെ ഗുരുദേവ കഥാസാഗരം ഭാഗം 189 ഇവിടം ക്ഷേത്രസ്ഥലം തന്നെയാണല്ലോ ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ഇതിൽ വന്നിട്ടുള്ള തെറ്റുകുറ്റങ്ങൾ സദയം ക്ഷമിക്കണമെന്ന് ഗുരുദേവ നാമത്തിൽ അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. ഗുരുധർമ്മം വിജയിക്കട്ടെ.